സൂപ്പർ 8-ലെ രണ്ടാമത്തെ മത്സരം ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരത്തിൽ 72 റൺസിന്റെ ആധികാരിക വിജയം നേടിയിരിക്കുന്നു ഇന്ത്യ. സിംബാബ്വെക്കെതിരെ 72 റൺസിന്റെ വിജയം. 256 ആദ്യം പോസ്റ്റ് ചെയ്ത ഇന്ത്യക്ക് മറുപടി ബാറ്റിംഗിൽ സിംബാബ്വെക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. തുടക്കത്തിൽ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള 2 പ്രധാന മത്സരങ്ങളായിരുന്നു ഇന്ന് നടന്നത്. വൈകുന്നേരം 3:30 സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക വിജയിക്കണമായിരുന്നു. രണ്ടാമത്തെ മത്സരമായ ഇന്ത്യ സിംബാബ്വെ മത്സരത്തിൽ ഇന്ത്യ വലിയ മാർജിനിൽ ജയിക്കണം. ഇത് രണ്ടും സംഭവിച്ച ഒരു ദിവസവും കൂടിയാണ് ഇന്ന് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടത്തിയ 76 റൺസിന്റെ പരാജയത്തിന്റെ ക്ഷീണം മുഴുവനായി ഇന്ത്യ മാറ്റുകയായിരുന്നു ചെയ്തത്. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു സിംബാബ്വെ. എന്നാൽ തുടക്കം മുതൽ തന്നെ മത്സരം തങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തത്. 2 മാറ്റങ്ങളോടുകൂടിയാണ് ഇന്ത്യൻ ടീം ഇറങ്ങിയത്. ഒന്ന്, സഞ്ജു സാംസണെ തിരികെ കൊണ്ടുവന്നു റിങ്കു സിംഗിന് പകരമായി. മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച്, വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ തിരികെ വന്നു വാഷിംഗ്ടൺ സുന്ദറിന് പകരം. ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യയുടെ എല്ലാ താരങ്ങളും സ്ട്രൈക്ക് റേറ്റ് 150 മുകളിലേക്ക് കടന്നു എന്നുള്ളത് വളരെ പ്രത്യാശ നൽകുന്നതാണ്. തുടർന്ന് അങ്ങോട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ 1-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഇതുപോലെ ടോപ്പ് ഓർഡറിൽ തിളങ്ങുമെന്ന വിശ്വാസവുമുണ്ട്. എന്നാൽ ഇതുവരെ ടോപ്പ് ഓർഡറിൽ തിളങ്ങാതിരുന്ന അഭിഷേക് ശർമ്മ ഇന്ന് അർദ്ധ സെഞ്ചുറി അടിക്കുന്നു. ബോളുകൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്ന തിലക് വർമ്മ 16 പന്തിൽ നിന്ന് 44 റൺസ് അടിച്ചുകൊണ്ട് വിമർശകരുടെ വായടപ്പിക്കുന്നു. സൂര്യകുമാർ യാദവും പതിഞ്ഞ സ്റ്റാർട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സൂര്യകുമാർ യാദവ് 13 പന്തിൽ നിന്നും 33 റൺസ് അടിക്കുകയും ചെയ്ത് വിമർശകരുടെ വായടപ്പിക്കുന്ന സാഹചര്യവും ഇന്നുണ്ടായി. മറുപടി ബാറ്റിംഗിൽ സിംബാബ്വെ ഇറങ്ങിയെങ്കിൽ പോലും വിക്കറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ബ്രയൻ ബെന്നറ്റ് എന്നവരുടെ തുറുപ്പ് ചീട്ട് 97 റൺസിന് പുറത്താകാതെ നിന്നു. ആദ്യ പന്ത് മുതൽ ബ്രയൻ ബെന്നറ്റ് കളിക്കുകയാണ്. അവസാന പന്ത് വരെ നോട്ട് ഔട്ട് ആയിട്ട് നിന്നു. കൈയടിക്കണം ആ മികച്ച ഇന്നിങ്സിന്. 59 പന്തുകളിൽ നിന്നും 97 റൺസ് എടുത്താണ് അദ്ദേഹം നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കുന്നത്. 8 4 6 6 ആണ് ബ്രയൻ ബെന്നറ്റിന്റെ സംഭാവന. മറുപടി നോൺ സ്ട്രൈക്കിൽ നിന്ന് മറുമാനി 20 റണ്ണിന് പുറത്താകുന്നു. പക്ഷേ ബാക്കി ആർക്കും തിളങ്ങാൻ സാധിച്ചില്ല. സിംബാബ്വെ ക്യാപ്റ്റനായ സിക്കന്ദർ റാസ 31 റൺസ് 21 പന്തുകളിൽ നേരിടുകയും ചെയ്തു. എന്തായാലും ഇന്ത്യക്ക് ചരിത്രപരമായ വിജയമാണ്, ഒരു വലിയ വിജയമാണ്. 72 റൺസിന്റെ വിജയമാണ്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യക്ക് ഒരു വലിയ നെറ്റ് റൺ റേറ്റിന്റെ ആവശ്യമുണ്ട്. കാരണം -3 നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യക്ക് 72 റൺസിന്റെ വിജയം അതൊരു ചെറിയ വിജയമല്ല. പക്ഷേ എന്നാൽ പോലും സൗത്ത് ആഫ്രിക്ക ജയിച്ചത് കൊണ്ട് തന്നെ ഈ നെറ്റ് റൺ റേറ്റ് വലിയ ബാധകമായിരുന്നില്ലെങ്കിൽ പോലും ഒരു ആത്മവിശ്വാസം ഇന്ത്യക്ക് വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു മത്സരവും കൂടിയായിട്ട് ഇത് കണക്കാക്കേണ്ടി വരും എന്നത് പറയേണ്ടി വരും. സൗത്ത് ആഫ്രിക്കയുടെ 76 റൺസിന്റെ പരാജയം ചെറിയ ക്ഷീണമൊന്നുമല്ല ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്നും മാറി 72 റൺസിന്റെ ആധികാരിക വിജയം ഇന്ത്യക്ക് വരുന്നു. പോയിന്റ്സ് ടേബിളും നെറ്റ് റൺ റേറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട സമയമുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ വലിയ മാർജിനിൽ നിന്നും -3 നിന്നും ഒരു വലിയ പ്രത്യാശ എന്തായാലും ഉണ്ടാകും. പക്ഷേ സൗത്ത് ആഫ്രിക്ക നിലവിൽ പോയിന്റ് ടേബിളിൽ മുന്നിൽ തന്നെ നിൽക്കുകയാണ് 4 പോയിന്റുകളുമായി. 2-ാം സ്ഥാനത്ത് വിൻഡീസോ ഇന്ത്യയോ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് മാറും. സിംബാബ്വെ ടൂർണമെന്റിൽ നിന്നും പുറത്താകുന്ന കാഴ്ച തന്നെയാണ് വരുന്നത്. ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടെന്നല്ല, സിംബാബ്വെ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നുള്ളത് ധാരണയായിട്ടുണ്ട്. അത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ സിക്കന്ദർ റാസ നയിച്ച ടീം മൈറ്റി ഓസ്ട്രേലിയയും ശ്രീലങ്കയും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് ജയിച്ചു കയറി സൂപ്പർ 8-ലേക്ക് വന്നു. വലിയ കയ്യടികൾ സിംബാബ്വെക്ക് ലോക ക്രിക്കറ്റ് നൽകി. എന്നാൽ സൂപ്പർ 8-ൽ അവസാനിക്കുകയാണ് സിംബാബ്വെയുടെ പടയോട്ടം, തേരോട്ടം. എന്തായാലും 1-ാം തീയതി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഇനി വിൻഡീസിനെതിരെ മത്സരത്തിൽ അത് വളരെ ശക്തമായ മത്സരമാണ്. 2 ടീമുകളും 2 പോയിന്റുകൾ വെച്ചാണ് നിൽക്കുന്നത്. ജയിക്കുന്ന ടീം, അതിപ്പോൾ ഏത് ടീമായാലും അവർ നേരെ പോകും സെമി ഫൈനലിലേക്ക് കളിക്കാൻ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. വെസ്റ്റ് ഇൻഡീസിനും 2 പോയിന്റിൽ നിൽക്കുന്നു, ഇന്ത്യയും 2 പോയിന്റിൽ നിൽക്കുന്നു. നെറ്റ് റൺ റേറ്റിന്റെ ചെറിയ വ്യത്യാസമുണ്ട്. നെറ്റ് റൺ റേറ്റിൽ സ്വാഭാവികമായിട്ട് വെസ്റ്റ് ഇൻഡീസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാൽ വെസ്റ്റ് ഇൻഡീസ് സെമിയിലേക്ക് പോകും. ഇന്ത്യ ജയിച്ചാൽ ഇന്ത്യ സെമി ഫൈനലിലേക്ക് പോകും. അത് കാത്തിരിക്കുകയായിരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്കൊപ്പം ഇനി ഏത് ടീമാണ് ഗ്രൂപ്പ് 1 നിന്നും ഇനി സെമി ഫൈനൽസിലേക്ക് പോകാൻ പോകുന്നതെന്ന്. പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇന്ത്യൻ ബാറ്റർമാർ തന്നെയാണ്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സഞ്ജു സാംസൺ ടീമിലേക്ക് തിരികെ വന്നപ്പോൾ അത് വെറുതെ ആയില്ല എന്നത് കൂടി എടുത്തു പറയണം. തുടക്കം നല്ലൊരു സ്റ്റാർട്ട് ഇന്ത്യക്ക് കിട്ടുന്നു. ഓപ്പണിംഗിൽ ഈ T20 ലോകകപ്പിൽ 9 റൺസ് മാത്രം
മാത്രമാണ് ഇന്ത്യയുടെ ആവറേജ് ഇന്നത്തെ മത്സരത്തിന് മുമ്പ്. എന്നാൽ സഞ്ജു സാംസൺ വന്നു 47 റൺസാണ് ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ ഇന്ത്യ പടുത്തുയർത്തിയത്. 15 പന്തിൽ നിന്നും 24 റൺസ് സഞ്ജു സാംസൺ നേടി. അതിൽ 2 സിക്സും 1 4ഉം ഉണ്ട്. എന്നാൽ വീണ്ടും 20-30 സഞ്ജു വീണ്ടും പുറത്താവുന്ന കാഴ്ച. ആ ഇന്നിംഗ്സ് അങ്ങ് ഡെവലപ്പ് ചെയ്യാൻ സഞ്ജുവിന് കഴിയാതെ പോകുന്നത് ഇന്നും നിരാശയായി. അഭിഷേക് ശർമ്മ തുടർച്ചയായ 3 ടക്കുകൾക്ക് ശേഷം കഴിഞ്ഞ മത്സരത്തിൽ 15 റൺസിന് പുറത്തായി. എന്നിട്ട് എന്തായിരിക്കും അഭിഷേക് ശർമ്മ ഇന്ന് നടത്താൻ പോകുന്ന മത്സരം വളരെയധികം ഉറ്റുനോക്കിയിരുന്നതാണ്. എന്നാൽ 30 പന്തുകളിൽ നിന്നും 55 റൺസിന്റെ മഹാ ഇന്നിംഗ്സ്, ഒരു ഗംഭീര ഇന്നിംഗ്സ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും. 4 4 4 6, സ്ട്രൈക്ക് റേറ്റ് 183. ഇഷാൻ കിഷൻ സാധാരണയായി ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഇഷാൻ കിഷൻ സഞ്ജു സാംസൺ വന്നതുകൊണ്ട് മാത്രം ഇന്നറ്റ് 3-ൽ ഇറങ്ങേണ്ടി വന്നു. എന്നാൽ 24 പന്തിൽ നിന്ന് 38 റൺസുമായിട്ട് ഇഷാനും നടത്തി. 158 റൺസുമായിട്ട് സ്ട്രൈക്ക് റേറ്റുമായിട്ട് സൂര്യകുമാർ യാദവ് പിന്നാലെയാണ് ഇറങ്ങുന്നത്. 13 പന്തിൽ 33 റൺസ്. പിന്നാലെ ഹാർദിക് പാണ്ഡ്യയുടെ അർദ്ധ സെഞ്ചുറി, ഗംഭീര ഇന്നിംഗ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 23 പന്തിൽ നിന്നും 50 റൺസ് നേടുന്നു. അതിൽ 4 സിക്സ്. ആകെ മൊത്തത്തിൽ ഇന്ത്യ ഇന്ന് അടിച്ച സിക്സുകൾ 17 എണ്ണമാണ്. ICC T20 ലോകകപ്പിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സിക്സ് അടിക്കുന്ന മത്സരവും കൂടിയായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ 17 സിക്സുകൾ, 102 റൺസുകൾ സിക്സ് രൂപേണ മാത്രം ഇന്ത്യ ഇന്ന് നേടിയെടുക്കുന്നു. അവസാനമായിട്ട് തിലക് വർമ്മയാണ് ഇറങ്ങുന്നത്. സാധാരണയായി ഇന്നറ്റ് 3 പൊസിഷനിൽ ഇറങ്ങുന്ന തിലക് വർമ്മയെ ഇന്ന് ഇന്നറ്റ് 6-ൽ ഇന്നറ്റ് 5-ൽ പരീക്ഷിച്ചിരിക്കുന്നു ഇന്ത്യ എന്നതുകൂടി എടുത്തു പറയണം. പക്ഷേ തിലക് വർമ്മയുടെ വിമർശനങ്ങൾക്കൊക്കെ തന്നെ ആ ബാറ്റ് കൊണ്ട് മറുപടി കൊടുക്കുകയായിരുന്നു. 16 പന്തിൽ നിന്നും 44 റൺസ്. നേരെ മറിച്ച് സിംബാബ്വെ ബൗളേഴ്സിനെ എടുത്ത് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 256 എടുക്കുമ്പോൾ ബൗളേഴ്സ് തലങ്ങും വിലങ്ങും പായുന്ന കാഴ്ച സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. അതിൽ ലങ്കാരവ 4 ഓവറിൽ നിന്ന് 62 റൺസ് വഴങ്ങി 1 വിക്കറ്റുകൾ മാത്രം നേടുകയും ചെയ്തു. പക്ഷെ നേരെ മറിച്ച് ബ്രാഡ് ഇവൻസ് 4 ഓവറിൽ നിന്നും 52 റൺസ് വഴങ്ങുകയും ചെയ്തു. എല്ലാവരും ഇന്ത്യയുടെ ബാറ്റിന്റെ ചൂടറിഞ്ഞു. മപ്പോസയുടെ ആദ്യത്തെ മത്സരമായിരുന്നു സിംബാബ്വെക്ക് വേണ്ടി ഈ T20 ലോകകപ്പിൽ കളിച്ചത്. പക്ഷേ 2 ഓവറിൽ നിന്ന് 40 റൺസാണ് വഴങ്ങിയത്. ഒരു സമാശ്വാസം എന്ന രീതിയിൽ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കാൻ സാധിച്ചു എന്നത് ആശ്വസിക്കാം. എന്നാൽ ഇന്ത്യ ആവട്ടെ തുടക്കം മുതൽ തന്നെ സിംബാബ്വെ ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ തുടക്കം മുതൽ തന്നെ പ്രഷർ നടത്തി. ഹർഷദീപ് സിംഗ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗളർ, ഫസ്റ്റ് ബൗളർ, 3 വിക്കറ്റുകൾ വീഴ്ത്തി. 4 ഓവറിൽ നിന്നും 24 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. എന്നാൽ വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി. ശിവം ദൂബെ 2 ഓവറിൽ നിന്ന് 46 റൺസ് വഴങ്ങിയെങ്കിലും 1 വിക്കറ്റ് നേടി. ആ 2 ഓവറും വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഡോക്ടർ അജിത് കുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ. വളരെ ഗംഭീരമായ മത്സരം, 72 റൺസിന്റെ വിജയം. ഇന്ന് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം, ഇന്ത്യൻ സിംബാബ്വെ മത്സരം. അങ്ങനെ ഇന്ത്യ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 2 റിസൾട്ടും ഉണ്ടായി അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെങ്ങാനും വിജയിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ അവസാനം